ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട സഹാബാക്കളോട് ചോദിച്ചു, അത്തദ്റൂന മനിൽ മുഫ്ലിസ്, സഹാബത്തെ ദരിദ്രരായ ആളുകൾ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബാക്കളൊന്നും ആലോചിച്ചില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ദിർഹമുകളും ദീനാറുകളും ഭൗതിക വിഭവങ്ങളും സൗകര്യങ്ങളും ഒന്നുമില്ലാത്തവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി മൻ യഅതി യൗമൽ ഖിയാമത്തി ബിസ്സലാത്തിൻ വസിയാമിൻ വസക്ക. പ്രിയപ്പെട്ട സഹാബത്തെ, എൻ്റെ സമുദായത്തിൽപ്പെട്ട, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ദരിദ്രരായ ആളുകൾ ഒരു വിഭാഗം ആളുകളാണ്. അവർ ഖിയാമത്ത് നാളിൽ ഒരുപാട് നമസ്കാരങ്ങളും ഒരുപാട് നോമ്പും ഒരുപാട് ദാനധർമ്മങ്ങളൊക്കെ ആയിട്ട് വരും. വ യഅതി ഖദ് ശത്തമഹാദ വ ഖദഫഹാദ വ അക്കല മാലഹാദ വ സഫക ദമഹാദ. കുറേ ആളുകൾ വന്നിട്ട് ഇവനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ പരാതി പറയും, അള്ളാഹുവേ, ഇവൻ എന്നെക്കുറിച്ച് ആരോപണം പറഞ്ഞവനാണ്, എൻ്റെ സമ്പത്ത് അന്യായമായി അക്രമമായിട്ട് ഭക്ഷിച്ചവനാണ്, എൻ്റെ രക്തം ചീന്തിയവനാണ്, എന്നെ അടിച്ചവനാണ്, എന്നെ അസഭ്യം പറഞ്ഞവനാണ്. ഇങ്ങനെ ഒരുപാട് പരാതികളുമായിട്ട് കുറേ ആളുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വയുക്താ ഹാദാ മിൻ ഹസനാതിഹി വ ഹാദാ മിൻ ഹസനാതിഹി, ഇവൻ്റെ നന്മകൾ മുഴുവനും പരാതിക്കാർക്ക് അള്ളാഹു തആല എടുത്തു കൊടുക്കും. ഇവൻ്റെ നന്മകൾ തീർന്നതിന് ശേഷം പരാതിക്കാർ ബാക്കിയുണ്ടെങ്കിൽ ആ പരാതിക്കാരുടെ തിന്മകൾ ഇവൻ്റെ മേൽ ചുമത്തി തുമ്മ തുരിഹ ഫിന്നാർ, ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇവരാണ് എൻ്റെ ഉമ്മത്തിലെ പാപ്പരായ ആളുകളെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മുടെ നന്മകൾ നമുക്ക് പരലോകത്ത് ഉപകരിക്കണമെങ്കിൽ ആരെയും നമ്മൾ ശാരീരികമായോ മാനസികമായോ സാമ്പത്തികമായോ ഉപദ്രവിക്കരുത്. ആരോടെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ രീതിയിൽ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പൊരുത്തം ചോദിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുന്നതാണ്.